പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വരണാധികാരി പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര IAS എനിക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇതൊരു വലിയ പ്രചാരണമൊക്കെ നടന്ന് കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പാണ്, എത്രത്തോളം ഒരുക്കങ്ങൾ പൂർത്തിയായി, നാളത്തേക്കുള്ള ഒരുക്കങ്ങളെല്ലാം? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സുതാര്യമായിട്ട് നന്നായിട്ട് ഇലക്ഷൻ നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ വിക്ടോറിയ കോളേജിൽ പോളിംഗ് മെഷീനുകളുടെ വിതരണം നടക്കുകയാണ്. പോളിംഗ് മെഷീനുകളുടെ വിതരണം കഴിഞ്ഞാൽ അവരെ പ്രത്യേക വാഹനങ്ങളിൽ അതായത് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കും. പോളിംഗും കൃത്യമായിട്ട് തന്നെ നടപ്പാക്കുന്നതിനുള്ള എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച ആരോപണങ്ങളാണ്, അതെങ്ങനെയാണ് അതിനെ തടയുക, എങ്ങനെയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ? ഇരട്ട വോട്ട് സംബന്ധിച്ച് പരാതി കിട്ടിയപ്പോൾ തന്നെ ഓരോ ബൂത്ത് തലത്തിലും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ട് ഉദ്യോഗസ്ഥർ പ്രത്യേക മീറ്റിംഗുകൾ നടത്തിയിരുന്നു. അതിനുശേഷം ഓഫീസ് തലത്തിൽ പ്രത്യേകിച്ച് മലമ്പുഴ പോലെയുള്ള മറ്റു മണ്ഡലങ്ങളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന പോളിംഗ് ബൂത്തുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രത്യേകമായിട്ട് നമ്മൾ പരിശോധിച്ചു. ഏതെങ്കിലും തരത്തിൽ വ്യാജ വോട്ട് ആരോപണം വന്നേക്കാവുന്ന ആളുകളുടെ വിവരങ്ങൾ നമ്മൾ ഒരു പ്രത്യേക ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വോട്ട് ചെയ്യാൻ എത്തിയാൽ ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് ഒരു ബൂത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങളാൽ മറ്റു ബൂത്തുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം അവർക്ക് മറ്റൊരു മണ്ഡലത്തിൽ വോട്ടുണ്ട് എന്നുള്ളത് മറച്ചുവെച്ച് പുതിയതായിട്ട് ഫോം 8 കൊടുക്കേണ്ടതിന് പകരം ഫോം 6 കൊടുത്ത് അട്ടിമറിക്ക് ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രത്യേകം ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അവർ വോട്ട് ചെയ്യാൻ എത്തിയാൽ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമായിരിക്കും അവരെ വോട്ട് ചെയ്യിക്കുക. അത് അവർക്കെതിരെയുള്ള എവിഡൻസ് ആണ്. പിന്നീട് ഇങ്ങനെയുള്ള ഓരോ കേസിലും നമ്മൾ ഉദ്യോഗസ്ഥർക്കെതിരെയും വോട്ട് ചെയ്തവർക്കെതിരെയും കൃത്യമായിട്ട് അന്വേഷണം നടത്തും. അത് തെളിഞ്ഞാൽ അവർക്ക് 1 വർഷം തടവും പിഴയും അടങ്ങുന്ന ശിക്ഷ ഉണ്ടാകും. എത്ര പേരുടെ ഒരു പട്ടികയുണ്ട് മേഡം? നമ്മൾ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും നേരത്തെ പറഞ്ഞ പോലെ പരിശോധന നടത്തി. അങ്ങനെ അലാമിംഗ് നമ്പേഴ്സ് ഒന്നുമില്ല. വളരെ കുറച്ച് നമ്പറുകൾ ആരോപണം വന്ന കേസുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ ബൂത്തിലെയും ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ആ ലിസ്റ്റ് പരിശോധിക്കും. ഇവര് വോട്ട് ചെയ്യാൻ അനുവദിക്കും എന്നുള്ളതാണോ, അതോ അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, അനധികൃതമായിട്ട് വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ വോട്ട് ചെയ്യിക്കും. പക്ഷെ വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അത് അവർക്കെതിരെയുള്ള തെളിവാണ്. അതിന് നമ്മൾ അന്വേഷിച്ച് നടപടിയെടുക്കും. മോക്ക് പോളിംഗ് ഒക്കെ കുറച്ച് നേരത്തെ നടത്തുകയാണോ? സാധാരണ അതായത് സാധാരണ 5:30 നടത്തി അതിന് 7 മണിക്കുള്ളിൽ ബാക്കി എന്തെങ്കിലും മെഷീന് കുഴപ്പമുണ്ടെങ്കിൽ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ക്രമീകരണമായിരിക്കും അല്ലേ? നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ ഇലക്ഷനിലും ചെയ്തു വരുന്ന അതേ നടപടിക്രമം തന്നെയാണ് ഇത്തവണയും. എന്തായാലും അത് തന്നെയാണ്, ഇരട്ട വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് അവർക്കെതിരെ ശക്തമായ അത്തരം പട്ടികകളുണ്ട്, ചെറിയ പട്ടികയാണുള്ളത്, അവർക്കെതിരെ ശക്തമായ നിയമ നടപടി അടക്കം ഉണ്ടാകും എന്നാണ് ജില്ലാ കളക്ടർ മുഖ്യ വരണാധികാരി വ്യക്തമാക്കുന്നത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G. ശ്രീജിത്ത്, News 18 പാലക്കാട്.